Hi friends, welcome back to my channel Lisha Recipes. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ കൂടി പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇന്ന് ഞാൻ ബീൻസ് മസാല റോസ്റ്റാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനു വേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്താണെന്നും അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും നമുക്കൊന്ന് നോക്കാം. ഞാൻ ഇതിനായിട്ട് 200 ഗ്രാം ബീൻസാണ് എടുത്തിരിക്കുക. ഇത് 1 ഇഞ്ച് കനത്തിൽ ചെരിച്ച് ഇതേമാതിരി ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. പിന്നെ തീരെ അങ്ങ് ചെറുതായി പോകരുത്. പിന്നെ വേണ്ടത് ഒരു സവോള ചെറുതായിട്ട് കൊത്തിയരിഞ്ഞത്. ഇത് രണ്ടുമാണ് മെയിൻ ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ട് അത് ചൂടായി വരുമ്പോഴേക്കും കുക്കിങ്ങിന് ആവശ്യമായ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതായത് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ മതിയാവും. ഓയിൽ ചൂടായി വരുമ്പോഴേക്കും ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കുക. അത് ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി, ഒരുപാട് അങ്ങോട്ട് വെന്ത് പോകരുത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കണം. ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസ് ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് മസാലകൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി. എരിവ് ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് കൂട്ടിയും കുറച്ചും കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല ചേർക്കണം. എല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ബീൻസും മസാലകളും എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 5 മിനിറ്റ് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അഞ്ച് മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് മൂടി തുറന്നൊന്ന് ഇളക്കി നോക്കാം. ഇനി ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ നമുക്ക് ചേർക്കാനുണ്ട്. 1 ടൊമാറ്റോ ചെറിയ കഷ്ണങ്ങളാക്കിയത് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കണം. തീരെ പൊടിയായിട്ട് നമ്മൾ അരിഞ്ഞിടല്. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില. ടൊമാറ്റോയുടെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബീൻസുമായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒരു 5 മിനിറ്റ് കൂടി മൂടി വെച്ച് വേവിക്കണം. ഇതിന് ഒട്ടും വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്, ബീൻസ് മസാല റോസ്റ്റ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. എല്ലാവരും ട്രൈ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ കൂടി പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഞാനിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും നല്ല റെസിപ്പിയുമായിട്ട് കാണും വരെ ബൈ.